ഞങ്ങൾക്ക് 6:30 മുതൽ ആനയുടെ ശല്യമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. 90 വയസ്സുള്ളൊരു വെള്ളം ഇവിടെയുണ്ട്. മുറ്റത്ത് വന്ന് തെങ്ങെല്ലാം വലിച്ച് കളഞ്ഞ് പുഴുത് കെട്ട് വാഴയെല്ലാം നശിപ്പിച്ച് എൻ്റെ കൃഷിയെല്ലാം നശിപ്പിച്ച് വാരിയിട്ടിരിക്കുന്നു. അവിടെ അല്ലാതെ എനിക്ക് വേറെ കിടക്കാടോ ഇല്ല. ഞാൻ രാത്രി 1 മണിക്കൊക്കെ ആനയുടെ ശല്യം കണ്ട് പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടിയിട്ടുണ്ട്. 1 മണിക്ക് മരിച്ചുപോയി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. 2 മാസം കഴിഞ്ഞ് ഇപ്പം മരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ കിടക്കുന്നത്. ഞങ്ങളുടെ പെരയുടെ തൊട്ട് മേളിൽ കൂടെ കയ്യാലേ കൂടെ നടന്നു പോകുന്ന പൊടി അതും എല്ലാം നശിപ്പിക്കുക. ഭയങ്കര ശല്യമാണ്. കാട്ടാനകളുടെ ആക്രമണത്തിൽ 45-കാരന് ഗുരുതര പരിക്ക്. ഒറ്റക്കൽ കാരിറമുക്ക് SS വില്ലയിൽ ബിനു എന്ന് വിളിക്കുന്ന വർഗീസ് ബിക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 7:30 ഒറ്റക്കൽ NSS കരയോഗത്തിനു മുൻപിൽ കൂട്ടുകാരോടൊത്ത് സംസാരിക്കുകയായിരുന്നു വർഗീസ്. ആ സമയത്ത് വർഗീസിന്റെ പിന്നിൽ കൂടി കാട്ടാനകൾ വരുന്നത് കണ്ട് വർഗീസും സുഹൃത്തും ഓടി. തുടർന്ന് 15 അടി ഉയരത്തിൽ നിന്നും എടുത്തു ചാടി. പിന്നീട് കാട്ടാനകൾ ഇവരുടെ പിന്നാലെ ചാടുകയായിരുന്നു. കാട്ടാനകളുടെ ഇടയിൽപ്പെട്ട വർഗീസിന്റെ നട്ടലിന് ഒടിവ് സംഭവിക്കുകയും 2 കാലിനും പൊട്ടൽ സംഭവിക്കുകയും ദേഹമാസകലം മുറിവേൽക്കുകയും ചെയ്തു. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തെന്മല പഞ്ചായത്തിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന പ്രത്യേകിച്ച് ജനവാസ മേഖലയിൽപ്പെട്ട ജനങ്ങൾ വളരെ ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇവിടെ ഒറ്റക്കൽ കാര്യവറമുക്ക് ഭാഗത്ത് 4ഉം 5ഉം വാർഡുകളിൽ നിന്ന് ബന്ധിക്കുന്ന ഭാഗത്ത് കഴിഞ്ഞ വർഷം ആനയുടെ ശല്യം വളരെ രൂക്ഷമായി ഉണ്ടായി. അതിനുശേഷം അതൊക്കെ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വനംവകുപ്പ് മന്ത്രിയെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. 1 വർഷത്തിന് ആവശ്യം നടപടികൾ സ്വീകരിക്കാൻ തന്നെ പറഞ്ഞു. പക്ഷെ ഒരു നടപടികളും സ്വീകരിച്ചില്ല. ഇന്നലെ വീണ്ടും ആന ഇറങ്ങി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ഏതാണ്ട് 7:30 മണിയോടുകൂടി ജനങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്കായിരുന്നു ഇന്നലെ ആനയുടെ ഒരു വരവെന്ന് പറയുന്നത്. അപ്പോൾ ആനയുടെ ഇത്തരത്തിലുള്ള ആനകളുടെ ശല്യത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്, വനം വകുപ്പിനുണ്ട്. ഇവിടെ ഒരു റേഞ്ച് ഓഫീസറെയോ DFO അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയോ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. ഇതിന് നടപടികൾ സ്വീകരിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്, സംസ്ഥാന സർക്കാരാണ്, അല്ലെങ്കിൽ ആ സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ നേതൃത്വമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് തെന്മല പഞ്ചായത്തിലെ ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് ഇതേപോലെ ആനയുടെ ശല്യം വളരെ രൂക്ഷമായ സാഹചര്യത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് തന്നെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ വനം വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് ഹാങ്ങിങ് ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തുക അനുവദിച്ചു. ഉടൻ തന്നെ ഫെൻസിങ്ങിൻ്റെ പണികളും ടെൻഡർ പ്രവർത്തനങ്ങളും നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് വെച്ച് അതിൻ്റെ ഒരു ഉദ്ഘാടന സമ്മേളനം നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ വാഗ്ദാനം നൽകി പോയിട്ട് അതിനുശേഷം ഒരു തുടർ നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഏറ്റവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തെന്മല പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ 5ഉം 6ഉം വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗം, 4ഉം 5ഉം വാർഡുകളെ ബന്ധിപ്പിക്കുന്ന കാര്യറമുക്ക് ഭാഗം, അതോടൊപ്പം തന്നെ 7ഉം 8ഉം വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഇന്ദിരാനഗർ തുരപ്പുംപുറം ഭാഗം, ഈ മേഖലകളിലെല്ലാം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകണം. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത പരിപാടിയുടെ ഉൾപ്പെടെ അവിടെ ഫെൻസിങ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ടെൻഡർ നടത്തിയപ്പോൾ ടെൻഡർ എടുക്കാൻ പോലും ആളുകളില്ല. കാരണം കോൺട്രാക്ടർമാർക്ക് കഴിഞ്ഞ 1 വർഷങ്ങൾക്ക് മുമ്പ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പൈസ കിട്ടാത്തതിൻ്റെ ഒരു ടെൻഡർ ബഹിഷ്കരിച്ചിരിക്കുക. അപ്പോൾ ഇതിന് അടിയന്തരമായി ഗവൺമെൻറ് ഇതിൽ ഇടപെടുവാനും ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ അവരുടെ രക്ഷയെ കരുതി കിടങ്ങുകൾ നിർമ്മിക്കുന്നതിനും ഹാങ്ങിങ് ഫെൻസിങ്ങുകൾ ഉൾപ്പെടെയുള്ള ശക്തമായ ഫെൻസിങ് സംവിധാനം സ്ഥാപിച്ച് ഈ ആനകൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വന്ന് ജനങ്ങളെ ഉപദ്രവിക്കുന്ന നടപടികൾ ഉണ്ടായിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. വർഗീസിന്റെ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു. വർഗീസിന്റെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് കാട്ടാനകൾ പിന്തിരിഞ്ഞുപോയി. പരിക്കേറ്റ വർഗീസിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കാട്ടാന ചവിട്ടി നശിപ്പിച്ച ഒറ്റക്കൽ കാരിറമുക്കിലെ വിവിധ പ്രദേശങ്ങളിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ സന്ദർശനം നടത്തി. ബഹുമാനപ്പെട്ട പുനലൂരിൻ്റെ MLA ഇന്നലെ നിയമസഭയിൽ, കേരളത്തിൻ്റെ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിഷയം ഉന്നയിച്ചിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വനം വകുപ്പോ സംസ്ഥാന ഗവൺമെൻറ്റോ തൃപ്തികരമായ ഒരു മറുപടി ഇന്നലെ നിയമസഭയിൽ പോലും നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഇപ്പോഴിവിടെ ഉണ്ടായ ഏറ്റവും അവസാനം ഈ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തത്തിന് കാരണം ഹാരിസൺ മലയാളം പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് 2ാം വാർഡിൽ, നാഗമല 2ാം വാർഡിൽ അവരുടെ തോട്ടം മേഖലയായ അതിലുള്ള വനമേഖലയുമായിട്ട് ചേർന്ന പ്രദേശങ്ങളിലെല്ലാം അവർ ശക്തമായ കിടങ്ങുകളും അതോടൊപ്പം തന്നെ ഫെൻസിങ്ങുകളും സ്ഥാപിച്ചു. അത് മാനേജ്മെൻറ്റിൻ്റെ പണം ഉപയോഗിച്ചാണ് അവർ ചെയ്തത്.
അപ്പോൾ അങ്ങോട്ട് ആ മേഖല ഉപ്പുകുഴി ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ മാമ്പഴത്തറ നാഗമല വനമേഖലയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന ആനകളെല്ലാം കൂടെ കൂട്ടമായി ഇപ്പോൾ ഉറൂന്ന് പ്രദേശത്തേക്കും ഒറ്റക്കൽ പ്രദേശത്തേക്കും തെന്മല പ്രദേശത്തേക്ക് മാറിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മേഖലയിൽ വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ അതേ സ്പോട്ടുകളിൽ തന്നെയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രത്യേകിച്ച് ഒറ്റക്കൽ കാര്യറമുക്ക് ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾ വളരെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ്. ജനങ്ങൾ വളരെ ഭീതിയുടെ അന്തരീക്ഷത്തിലാണ് ഇവിടെ കഴിയുന്നത്. ആവശ്യമായ നടപടികൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഒറ്റക്കൽ, പള്ളിമുക്ക്, ഉറുകുന്ന് ജംഗ്ഷൻ ഉൾപ്പെട്ട 4, 5, 6, 7 വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് കാട്ടാന ശല്യം രൂക്ഷമാകുന്നത്. വൈകുന്നേരമാകുമ്പോൾ കാട്ടാനകൾ ഈ പ്രദേശങ്ങളിലെ വീട്ടുമുറ്റം വരെ എത്തും. തീവണ്ടിപ്പാതയുടെ മറുഭാഗത്ത് വാഴ, കന്നുകാലികൾക്കായി വെച്ചുപിടിപ്പിച്ചിട്ടുള്ള പുല്ല് എന്നിവ ഉൾപ്പെടെ ആഹാരമാക്കി നേരം പുലരുവോളം കൃഷിയിടത്തിൽ തുടരും. ഒരാഴ്ചയായി ഈ ഭാഗത്ത് കാട്ടാന ശല്യം പതിവിലും കൂടുതലാണ്. വനാതിർത്തിയിൽ നിന്നും തുടർച്ചയായി ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകൾ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. ഇവിടെ കൊച്ചുകുട്ടികളും പ്രായമായവരുമടക്കം നിരവധി പേരാണ് കാട്ടാനകളെ പേടിച്ച് ഭീതിയിൽ കഴിയുന്നത്. മിക്ക കുടുംബങ്ങളിലും പുരുഷന്മാരില്ലാതെ സ്ത്രീകൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടാനകൾ വീടുകൾ ആക്രമിക്കുമോ എന്ന ഭയവും ഇവർക്കുണ്ട്. പൊടിക്കുഞ്ഞുങ്ങളും തനിയാണ് താമസിക്കുന്നത്. എന്നും കാട്ടാന ശല്യമാണ്. ഒരു പ്ലാവുള്ളത് ഫോറസ്റ്റിൽ ഇങ്ങനെ മുറിക്കാനായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ വന്ന് മുറിച്ച് തന്നില്ല. അതിനകത്താണ് ചക്ക തിന്നാനാണ് പ്രധാനമായിട്ടത് വരുന്നത്, ആനകൾ വരുന്നത്. ഒത്തിരി ഇറങ്ങി നോക്കാറൊക്കെ ഉണ്ടോ ആന വരുമ്പോൾ? രാത്രി അയലോക്കത്തൊക്കെ ഉള്ള ആൾക്കാർ വെട്ടമൊക്കെ അടിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദിവസം രാത്രിയിൽ. കഴിഞ്ഞ ദിവസം കാട്ടാനകൾ ആളുകൾ സഞ്ചരിക്കുന്ന റോഡിലുൾപ്പെടെ നിലയുറപ്പിച്ചു. പ്രദേശവാസിയുടെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന ആശങ്ക പരത്തി. തുടർന്ന് പലരുടെയും കാർഷിക വിളകൾ നശിപ്പിച്ചു. തെന്മലയിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി യന്ത്രസഹായത്തോടെ കടുവയുടെയും തേനീച്ചയുടെയും ശബ്ദമുണ്ടാക്കി ആനകളെ വനത്തിലേക്ക് കയറ്റിവിട്ടു. അപകടം നടന്നത് ബിനു PSS വില്ല. അദ്ദേഹമാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത്. കാലിന് നല്ല മുറിവുണ്ട്. അതുപോലെ നട്ടലിൻ്റെ 2 ക്രാക്കുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതുവരെയും ഡോക്ടർമാരാരും നല്ലതുപോലെ വന്ന് നോക്കിയിട്ടില്ല. ന്യൂറോളജിയെ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ വളരെ വിഷമതയിലാണ്. ഞാൻ ഇപ്പോഴും ഫോൺ ചെയ്തിരുന്നു. ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് വളരെ വിഷമതയിൽ കിടക്കുകയാണ്, ഡോക്ടർമാർ വന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് അയാളുടെ ട്രീറ്റ്മെൻറ്റ് നടത്തി വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. വനത്തിൽ ഇതുവരെയും ഉണ്ടായിരുന്നതായ ആന ഇപ്പോഴും നാട്ടിൽ കയറി. നാട്ടിലുള്ളതായ എല്ലാവർക്കും വളരെ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധമായിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കരമായ ദോഷഫലങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സത്വരമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് ഈ ഭാഗത്ത് കിടങ്ങും സൗരോർജ്ജ വേലിയും സ്ഥാപിച്ച് കാട്ടാനകളുടെ ശല്യത്തിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-നവീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-നവീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 6